പത്തനംതിട്ടയിൽ പുരുഷ ഹോം നഴ്സ് ക്രൂരമായി മർദ്ദിച്ച വയോധികൻ മരിച്ചു. കൊടുമൺ സ്വദേശി ശശിധരൻ പിള്ളയാണ് മരിച്ചത്. പന്തളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സ്ഥിരീകരിച്ചത്. പത്തനംതിട്ടയിൽ പുരുഷ ഹോം നഴ്സ് ക്രൂരമായി മർദ്ദിച്ച വയോധികൻ മരിച്ചു. തട്ടപ്പാറപ്പെട്ടി സന്തോഷ് ഭവനിൽ ശശിധരൻ പിള്ളയാണ് മരിച്ചത്. പന്തളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം 2 ദിവസം മുൻപാണ് ശശിധരൻ പിള്ളയെ പന്തളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇക്കഴിഞ്ഞ ഏപ്രിലായിരുന്നു അൾഷിമേഴ്സ് ബാധിച്ച് കിടപ്പിലായ ശശിധരൻ പിള്ളയെ ഹോം നഴ്സ് വിഷ്ണു ക്രൂരമായി മർദ്ദിച്ചത്. വിമുക്ത ഭടനായ ശശിധരൻ പിള്ള കഴിഞ്ഞ കുറച്ചു നാളുകളായി രോഗം ബാധിച്ച് കിടപ്പിലായിരുന്നു. ക്രൂരമർദ്ദനത്തിന് പിന്നാലെ ശശിധരൻ പിള്ളയെ ഹോം നഴ്സ് നഗ്നനാക്കി വലിച്ചിഴയ്ക്കുകയും ചെയ്തിരുന്നു. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ശശിധരൻ പിള്ളയുടെ ഭാര്യ തഞ്ചാവൂരിലെ ജോലി സ്ഥലത്താണ്. ഏകമകൾ സ്ഥലത്തില്ല. ഇതേ തുടർന്നാണ് അൾഷിമേഴ്സ് രോഗിയായ ശശിധരൻ പിള്ളയെ പരിചരിക്കാൻ ഹോം നഴ്സായ വിഷ്ണുവിനെ നിയമിച്ചത്. ശശിധരൻ പിള്ളയുടെ ഭാര്യ തഞ്ചാവൂരിലെ ജോലി സ്ഥലത്താണ്. ഏകമകൾ സ്ഥലത്തില്ല. ഇതേ തുടർന്നാണ് അൾഷിമേഴ്സ് രോഗിയായ ശശിധരൻ പിള്ളയെ പരിചരിക്കാൻ ഹോം നഴ്സായ വിഷ്ണുവിനെ നിയോഗിച്ചത്. വീട്ടിൽ അവശനിലയിൽ ശശിധരൻ പിള്ളയെ കണ്ടെത്തിയതിനെ തുടർന്നാണ് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയത്. വിസ്മയ ന്യൂസ്, പത്തനംതിട്ട.